അപൂർവമായ ഒരു സായാഹ്നമാണിത്. സാധാരണ ഈ സമയത്ത് രാഷ്ട്രീയ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിൽ ഭാഗവാക്കാൻ വേണ്ടി വരാറുള്ള എനിക്ക് ഇന്ന് ദൈക്ഷണികമായ ഒരു നല്ല ചടങ്ങാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്നലെ ഇതുപോലെയുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കാസർഗോഡ് പോകേണ്ടി വന്നു. എൻ്റെ വന്യനായ ഗുരുനാഥൻ നൂറുൽ ഉലമ MA ഉസ്താദിന്റെ ചിന്താലോകത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചാ വേദിയായിരുന്നു അത്. ഒരുപക്ഷെ ചരിത്രവും എഴുത്തും മറ്റു ദൈക്ഷണിക വ്യവഹാരങ്ങൾക്കും പ്രചോദനം നൽകിയ ഒരു മഹാനായിരുന്നു MA ഉസ്താദ്. അദ്ദേഹത്തിൻ്റെ ഒക്കെ പ്രചോദനം കൊണ്ട് തന്നെയായിരുന്നു അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് ചരിത്രം പഠിച്ചത്. എൻ്റെ ആത്മസുഹൃത്ത് ഹുസൈൻ രണ്ടത്താണി അലിഗറിൽ എൻ്റെ സീനിയറായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു സംഭവം. ചരിത്രം എന്ന ഒരു സവിശേഷമായ വിജ്ഞാന ശാഖയിൽ നമ്മൾ ഏത് നിലക്ക് നീങ്ങണം എന്നതിനെ കുറിച്ചുള്ള പ്രാഥമിക അറിവുകൾ ലഭിക്കുന്നത് അലിഗർ യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെന്റ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്ന് പറയുന്ന വലിയ ഒരു സ്ഥാപനത്തിൽ നിന്നാണ്. ലോക സൂഫിസത്തെ കുറിച്ച് ആധികാരിക ഗ്രന്ഥങ്ങൾ എഴുതിയ 10-15ഓളം ഗ്രന്ഥങ്ങൾ എഴുതിയ ഖാലിഖ് അഹമ്മദ് നിസാമി സാഹിബ്, അതുപോലെ തന്നെ ഇടതുപക്ഷ ചിന്തകനായ ഏറ്റവും വലിയ പണ്ഡിതൻ കൂടിയായ ഇർഫാൻ ഹബീബി സാഹിബ്, അവരുടെയൊക്കെ സാന്നിധ്യം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ സാമീപ്യം കൊണ്ട് ചരിത്രം എന്നും തന്നെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. പക്ഷേ പലപ്പോഴും ചരിത്രമല്ല, രാഷ്ട്രീയവും മറ്റ് കാര്യങ്ങളുമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ജിദ്ദയിൽ വെച്ച് പരിചയപ്പെട്ട ഷെരീഫ് സാഹിബ് ഇത്തരം ഒരു പരിപാടിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ മുട്ടിച്ചിറ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. KN പണിക്കർ സാറുടെ പുസ്തകത്തിലെ മലപ്പുറത്തെ കുറിച്ച്, മലപ്പുറം ജനത നടത്തിയ പോരാട്ടങ്ങളെ കുറിച്ച്, സാമ്രാജ്യത്വ വിരുദ്ധ കോളനി വിരുദ്ധ പടയോട്ടങ്ങളെ കുറിച്ചൊക്കെ തന്നെ പലപ്പോഴും തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പക്ഷേ പ്രാദേശികമായി കൂടുതലൊന്നും തന്നെ ലഭിച്ചിട്ടില്ല ഇതുവരെ. മുട്ടിച്ചിറ മാത്രമല്ല, ഈ മലപ്പുറത്തിന്റെ ഓരോ മൺതരിയും ചരിത്ര നിബിഡമാണ്. കഴിഞ്ഞ 3-4 നൂറ്റാണ്ടുകളുടെ ചരിത്രം ഒരുപക്ഷെ രക്തപങ്കിലവുമാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായി സാമ്രാജ്യത്വത്തിനെതിരെ, അധിനിവേശത്തിനെതിരെ എഴുതിയ കിതാബ് ഏതാണെന്ന് ചോദിച്ചാൽ, പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവുമില്ല, മഖ്ദൂം സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമന്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ, ദ ട്രോഫി ഫോർ ദ വിക്ടേഴ്സ്, വിജയിക്കുന്നവർക്കുള്ള ട്രോഫിയാണ് അതിൽ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും അന്വേഷിച്ചിട്ടുണ്ട് ലോകത്ത് അതിനു മുമ്പ് ആരെങ്കിലും സാമ്രാജ്യത്തിനെതിരെ പുസ്തകം എഴുതിയിട്ടുണ്ടോ എന്ന്. എനിക്ക് ഇതുവരെ വ്യക്തമായ വിവരം കിട്ടിയിട്ടില്ല. ആ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത 40ഓളം ഭാഷകളിൽ അത് ലോക ഭാഷകളിലേക്ക് അത് തർജ്ജമ ചെയ്തു എന്ന് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, കേരളത്തെ കുറിച്ചുള്ള ആധികാരികമായ ഒരു ഗ്രന്ഥം കൂടിയാണ്. ആ കാലഘട്ടത്തിൽ 15-16 നൂറ്റാണ്ടുകളിലെ കേരളത്തിലെ ജനതയുടെ ജീവിതത്തെ കുറിച്ച്, അവരുടെ ഭാഷ, അവരുടെ വേഷം, അവരുടെ ഭക്ഷണം, അവരുടെ സംസ്കാരം, അവരുടെ ചിന്ത എന്നിവയെ കുറിച്ചുള്ള വളരെ വിപുലമായ വിവരങ്ങളാണ് ആ ഗ്രന്ഥത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രം എഴുതുന്ന ഒരു പാരമ്പര്യം മലപ്പുറത്തിന് ആദ്യം മുതൽക്ക് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതേ സമയത്ത് ബ്രിട്ടീഷുകാരോട് പടപൊരുതി ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ അധ്യായം രചിച്ച മലപ്പുറത്തുകാർ അവരുടെ നാട്ടിന്റെ ചരിത്രം, ദേശത്തിന്റെ ചരിത്രം എഴുതുന്നതിൽ എത്രമാത്രം വിജയിച്ചു എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായി അറിയില്ല. ഞാനിപ്പോൾ വന്നുകൊണ്ട് തന്നെ തങ്ങളോട് ചോദിക്കുക, ഈ മുട്ടിച്ചിറയുടെ ചരിത്രം മലയാളത്തിൽ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന്. ഇന്നലെ എൻ്റെ സഹപ്രവർത്തകരോട് ഞാൻ അന്വേഷിക്കുകയുണ്ടായി. പക്ഷേ
അലവി സയ്യിദ് അലവി തങ്ങളെ കുറിച്ചൊക്കെ പരാമർശിക്കുന്നിടത്ത് മുട്ടിച്ചിറയെ കുറിച്ച് പരാമർശിക്കുന്നല്ലാതെ ഈ പ്രദേശത്തിന് പ്രാധാന്യം നൽകുന്ന 11 ശുഹദാക്കളെ കുറിച്ചുള്ള ചരിത്രമൊന്നും ആഴത്തിൽ പഠിച്ചിട്ടില്ല എന്ന കെ.എൻ. പണിക്കരുടെ രചനയിലും പരാമർശിക്കപ്പെടുന്നു മാത്രമേ ഉള്ളൂ. ഈ നാട്ടിന്റെ ചരിത്രം ഒരുപക്ഷെ ആ കാലഘട്ടത്തിന്റെ ചരിത്രം കൂടിയാണ്. മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ഒരു വലിയൊരു സാംസ്കാരിക വിപ്ലവം എന്ന് തന്നെ പറയാം. അതിന്റെ ഒരു മാനം മാത്രമാണ് പടയോട്ടവും അതുപോലെ തന്നെ ബ്രിട്ടീഷ് കോളനി ശക്തികൾക്കെതിരെയുള്ള പോരാട്ടങ്ങളും. കണ്ണൂരില് മട്ടന്നൂരില് അവിടുത്തെ ജന്മിമാർക്കെതിരെ ഒരു പോരാട്ടത്തിന് വേണ്ടി കുറെ മുസ്ലിം ചെറുപ്പക്കാരെ തീരുമാനിച്ചപ്പോൾ അവർ നേരെ വന്നത് മമ്പുറത്തേക്കാണ്. നമ്മുടെ മുൻ മന്ത്രി ശൈലജ ടീച്ചറുടെ ഭർത്താവ് ഭാസ്കരൻ മാഷ്, മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ, അദ്ദേഹം അതിൽ അഗാധമായി അല്ലെങ്കിൽ ആഴത്തിൽ അദ്ദേഹം വിഷയം പഠിച്ചിട്ടുണ്ട്. 2 വർഷം മുമ്പ് മട്ടന്നൂരിൽ വെച്ചൊരു ചരിത്ര സെമിനാർ നടത്തിയപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച കുറെ നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അന്ന് നടന്നത് ഒരു മതകലാപമായിരുന്നില്ല, ഒരു ലഹളയായിരുന്നില്ല, അല്ലെങ്കിൽ കൊലപാതകമായിരുന്നില്ല. നേരെ മറിച്ച് മലപ്പുറത്ത് എന്താണോ നടന്നത് അതിന്റെ ചെറിയൊരു പ്രതിഫലനമായിരുന്നു. മലപ്പുറത്ത് നടന്നത് ഒരു മതഭ്രാന്ത് മൂത്ത് നടത്തിയ പോരാട്ടമായിരുന്നില്ല, കൊലകളായിരുന്നില്ല. അതിന് കെ.എൻ. പണിക്കർ സാർ തന്നെ വളരെ വ്യക്തമായ മറുപടി നൽകുന്നുണ്ട്. പണിക്കർ സാർ മാത്രമല്ല, ലോകത്തിൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ചൈനയിലും റഷ്യയിലും മലപ്പുറത്തെക്കുറിച്ച്, മലപ്പുറത്തിന്റെ പോരാട്ടത്തെക്കുറിച്ച്, ജന്മിമാർക്കെതിരായിട്ടുള്ള പോരാട്ടത്തെക്കുറിച്ച് നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. പലർക്കും തന്നെ ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അറിയാതെ ഇവിടെ നിരവധി ഗവേഷണ വിദ്യാർത്ഥികൾ മലപ്പുറത്ത് ഇന്നും വന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പഠിക്കാൻ വേണ്ടിയാണ്. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്, നിങ്ങൾ അർജന്റായി ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തിന്റെയും അതുപോലെ തന്നെ മലപ്പുറത്തിന്റെയും ചരിത്രം എഴുതി വെക്കേണ്ടിയിരിക്കുന്നു. കാരണം മിന്നൽ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്തിന്റെ ഭൂപ്രകൃതി, അതുപോലെ തന്നെ മനുഷ്യരുടെ സ്വഭാവം, അതുപോലെ തന്നെ നിങ്ങളുടെ സംസ്കാരം. ഈ ഹൈവേ മാത്രം മതി നിങ്ങളെ മാറ്റിമറിക്കാൻ വേണ്ടി. ഇതിലെനിക്ക് കടന്നു പോകുന്ന വാഹനങ്ങൾ ഈ മുട്ടിച്ചിറയിലൂടെ അല്ലെങ്കിൽ ഈ പ്രദേശത്തൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരിക്കലും തന്നെ ചരിത്രമുറങ്ങുന്നൊരു മണ്ണാണ് ഇത് എന്ന് ഒരിക്കലും തന്നെ ഓർക്കാൻ സാധ്യതയില്ല. സാക്ഷാൽ മലപ്പുറത്ത് പോലും തന്നെ ഒരു ചരിത്രാവബോധത്തോടു കൂടി കാര്യങ്ങളെ നോക്കിക്കാണുന്നതുകൊണ്ടുള്ള കാര്യം സംശയമാണ്. ഞാൻ പലപ്പോഴും തന്നെ ഹുസൈൻ സാഹിബിനോട് പറയാറുണ്ട്, നിങ്ങളെ മലപ്പുറത്തിന്റെ ചരിത്രം എവിടം വരെ എത്തി എന്നുള്ളത്. എന്നെ പലപ്പോഴും തന്നെ ദുഃഖിപ്പിച്ചൊരു കാഴ്ചയുണ്ട്. തിരൂരങ്ങാടിയിലെ പള്ളിയുണ്ടല്ലോ, ആലി മുസ്ലിയാർ, ആ വലിയ മഹാൻ ജീവിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ പാദസ്പർശമേറ്റ അദ്ദേഹം ജീവിച്ച പള്ളി ഇന്ന് നമുക്കില്ല, നമ്മുടെ മുമ്പിൽ ഇല്ല. ഞാൻ പലപ്പോഴും തന്നെ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത്, കടന്നു പോകുന്ന സമയത്ത് അവിടെ നോക്കി നിൽക്കാറുണ്ട്. 1-2 തവണ ഇറങ്ങി പഠിച്ചിരുന്ന സംഭവം. എന്തുകൊണ്ട് ചരിത്രബോധമുള്ള ഒരു മുസ്ലിം അന്ന് ഇല്ലാതായിപ്പോയി എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ആ പള്ളി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് അതിന്റെ മുൻ വൈസ് ചാൻസലറും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായ ചരിത്രകാരൻ കൂടിയായ നൂറുൽ ഹസന്റെ അടുത്ത് ചെന്നു. ഞങ്ങൾ കുറച്ച് മലയാളികളാണെന്ന് കേട്ടപ്പോൾ തന്നെ അദ്ദേഹം ചോദിച്ചത്, മാലിക് ബിൻ ദീനാർ കെട്ടിപ്പടുത്ത പള്ളികൾ ഇപ്പൊ അവിടെ ഇല്ലേ, അതേ നിലയ്ക്കില്ലേ? മറുപടി പറയാൻ സാധിക്കില്ല. ഞങ്ങൾ പറഞ്ഞു, അതിന്റെ ചെറിയ രൂപങ്ങളുണ്ട് പഴയങ്ങാടിയിൽ. അവസരം കൊടുങ്ങല്ലൂരിലുള്ളത് ആ പള്ളി മുഴുവനും തന്നെ മൂടപ്പെട്ട നിലയിൽ വേറെ കെട്ടിടങ്ങൾ ഉയർന്നു വന്നിരിക്കുക. അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അവിടെ ആരും ഉണ്ടായില്ല ചരിത്രബോധമുണ്ട്. അവസാനം ചോദിച്ചു, CH മുതുവയ്യ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ. പിന്നീട് അദ്ദേഹം രോഷം അടക്കാൻ പറ്റാത്ത സമയത്ത് ചോദിച്ചു, ഒരു മൗലവി ഉണ്ടല്ലോ അവിടെ. അദ്ദേഹം ഉദ്ദേശിച്ചത് CN അഹമ്മദ് മൗലവി ആയിരിക്കാനാണ് സാധ്യത. ചരിത്രാവബോധത്തിന്റെ കുറവാണ്. അതായത് ഒരു കെട്ടിടം കാണുന്ന സമയത്ത് അത് കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ഇത് തലമുറകൾ മുഖേന തന്നെ വിജ്ഞാനം കൈമാറേണ്ടതാണ് എന്നുള്ള ബോധം നമുക്കില്ലാതെ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇവിടെയും സംഭവിച്ചേക്കാം. മുട്ടിച്ചിറ ശുഹദാക്കളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ ആ ജമിമാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ വളരെ പ്ലാൻഡായിട്ട് പോരാടിയവരാണ് അവർ. 11 പേര്, അത് 9 പേര്, 10 പേര് എന്നൊക്കെയുള്ള കുറെ സംശയമുണ്ടായിരുന്ന ശങ്ക ഇപ്പം മാറിയിരിക്കുകയാണ്.
അടിയന്തരമായി ചരിത്ര ബോധമുള്ള, ചരിത്ര ജ്ഞാനമുള്ള പണ്ഡിതന്മാരോ വിദ്യാർത്ഥികളോ ആ ദൗത്യം ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ മുട്ടിച്ചിറ മാത്രമല്ല, മലപ്പുറത്ത് ഓരോ ഗ്രാമത്തെക്കുറിച്ചും ഇവിടെ പടയോട്ടം നടക്കാത്ത, അല്ലെങ്കിൽ ശുഹദാക്കളുടെ രക്തം കൊണ്ട് ചരിത്രമാവാത്ത ഏത് മണ്ണാണുള്ളത് ഇവിടെ? കാണാൻ പറ്റില്ല നിങ്ങൾക്ക്. അതിൽ നിന്ന് ഇപ്പം കേരളത്തിലേക്ക് മലപ്പുറം ജില്ലയും അവിടുത്തെ നേതാക്കന്മാരും അവിടുത്തെ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയും മാറിയത് വേറൊരു വശം. അത് വേറെ പഠനം അർഹിക്കുന്ന വിഷയമാണ്. പക്ഷേ നിങ്ങളുടെ അസ്തിത്വം എന്താണ്, നിങ്ങളുടെ വേരെന്താണ്, നിങ്ങളുടെ സാംസ്കാരിക സമേകതയുടെ പൊരുളെന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ ബാപ്പമാരിലേക്ക്, ഉപ്പാപ്പമാരിലേക്ക് നിങ്ങൾ പോകണം. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നമ്മുടെ കുട്ടികൾ പോലും തന്നെ പ്രവാചകന്റെ ഉപ്പാന്റെ പേര് അവരുടെ ബാപ്പ 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 എന്ന് പറഞ്ഞ 10-20 പിതാക്കന്മാരെ കുറിച്ച് അവർക്കറിയാം. പക്ഷെ നമുക്ക് നമ്മുടെ പിതാവ് അല്ലെങ്കിൽ വലിയുപ്പ പിതാമഹനല്ലാതെ അതിന്റെ അപ്പുറം നമുക്കറിയില്ല. അത് നമ്മുടെ അസ്തിത്വത്തെ കുറിച്ച് നമുക്കുള്ള തകരാറാണ്, ചിന്താപരമായുള്ളൊരു തകരാറാണ്. അതേസമയം ഇറാനിലെ ജനങ്ങള് അവരുടെ അസ്തിത്വം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത് ചരിത്രത്തിൽ കൂടിയാണ്, കവിതയിൽ കൂടിയാണ്, കലയിൽ കൂടിയാണ്. മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യയും അതുപോലെ തന്നെ ഇറാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഈ രാജ്യത്തോട് കോൺട്രിബ്യൂട്ട് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് പറയുന്നുണ്ട്, വീണ എന്ന് പറയുന്ന സംഗീതോപകരണമുണ്ടല്ലോ, അത് സൂഫിമാർ ഇറാനിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇന്ന് നമ്മൾ ആരെങ്കിലും വീണ എടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ ആരൊക്കെയോരുടെയോ ഉപകരണമാണ് നമ്മൾ തെറ്റിദ്ധരിക്കും. അതുപോലെ തന്നെ മ്യൂസിക്കിന്റെ ഏറ്റവും മനോഹരമായ വശങ്ങൾ അത് മുഴുവനും നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഇറാനിൽ നിന്നാ, പേർഷ്യയിൽ നിന്നാ. സൂഫിമാരുടെ ഉപകരണമായിരുന്നു. അവിടെ ഡൽഹിയിൽ നമ്മുടെ നിസാമുദ്ദീൻ ഔലിയയുടെ ഖാൻഖ, ആ മഠം എക്കാലവും തന്നെ സംഗീതമയമായിരുന്നു. സംഗീതം ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ അടിപൊളി ശബ്ദകോശങ്ങളല്ല, മനുഷ്യന്റെ കാതിന് ഇൻപം നൽകുന്ന സമ എന്ന് പറയുന്ന നമ്മുടെ മൗലൂദിന് സമാനമായ ആ എന്താണ് പറയേണ്ടത്, സംഗീത സാമ്പ്രമായ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അമീർ ഖുസ്രു എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും ആദ്യത്തെ മഹാകവി നിസാമുദ്ദീൻ ഔലിയയുടെ ശിഷ്യനാണ്. നിങ്ങൾ അത്ഭുതപ്പെടും, ഹിന്ദുസ്ഥാൻ എന്നുള്ള വാക്ക് ആദ്യമായി ഉപയോഗിച്ചിരിക്കുന്നത് ഈ അമീർ ഖുസ്രു. ഉറുദു ഭാഷ ജനിക്കുന്നത് ഈ നിസാമുദ്ദീൻ ഔലിയയുടെ അടുക്കളയിൽ വെച്ച. സാധാരണ പറയാറുണ്ട് ഉറുദു, പേർഷ്യൻ, ടർക്കിഷ്, അറബി, ഹിന്ദി തുടങ്ങിയ എല്ലാ ഭാഷകളും ആ മഠത്തിൽ, ആ ഖാൻഖായിൽ ഒരുമിച്ച് കൂടിയപ്പോഴാണ് ഉറുദു എന്ന ഭാഷ പോലും ഉണ്ടാവുന്ന സംഭവം. ഹിന്ദവി എന്ന് പറയുന്ന ഹിന്ദിയുടെ ആദ്യ രൂപം പോലും ഉണ്ടാവുന്നത് അവിടെ വെച്ച് തന്നെ. അതുകൊണ്ട് തന്നെ ഇന്ന് നിസാമുദ്ദീൻ ഔലിയയുടെ പേര് കേൾക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ നിസാമുദ്ദീൻ ഔലിയ, ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് തീവണ്ടി പോലും വളരെ മെല്ലെ മാത്രമേ ഓണടിക്കാറുള്ളൂ. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ നിസാമുദ്ദീൻ ഔലിയയുടെ പേരുള്ള സ്റ്റേഷനും അദ്ദേഹത്തിന്റെ മഖാമും അതുപോലെ തന്നെ മറ്റ് ചരിത്ര പൈതൃകങ്ങളും എത്ര നാൾ അവിടെ ബാക്കി ഉണ്ടാവുമെന്ന് ഇന്നത്തെ കാലാവസ്ഥയിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നത് ചരിത്രമാണ്, ചരിത്ര പേരുകളാണ്. അതുപോലെ തന്നെ ഉദാത്തമായ വ്യക്തിത്വത്തിന്റെ, മഹനീയമായ ജീവിതത്തിന്റെ ശോഭനയാർന്ന കുറെ മുഖങ്ങളാണ്. അതിനെ കരിവാരിത്തേക്കുന്ന കുറെ ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇലഹാബാദാണ് അഹമ്മദാബാദായി മാറിയത്. അതിപ്പെല്ലാം കൂടി മാറി 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 എന്തൊക്കെ ആയിരിക്കുന്നു സംഭവം. അതായത് ഒരു പ്രതികാര വാഞ്ചയോടെ ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഇതൊക്കെ സംഭവിച്ചു, ഇത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നുള്ള ഒരു പ്രതികാര വാഞ്ചയോട് കൂടിയിട്ടാണ് ചരിത്രത്തെ കാണുന്നത്. പക്ഷേ അത്തരം ഘട്ടങ്ങളിലൊക്കെ തന്നെ നമ്മൾ എല്ലാ മതവിഭാഗങ്ങളുമായി യോജിച്ചുകൊണ്ട് നാട്ടിന്റെ ചരിത്രം രചിക്കുകയാണ് വേണ്ടത്. കളിയാട്ടത്തെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി, ഞാൻ അത്ഭുതപ്പെട്ടുപോയി. മമ്പറം തങ്ങള് ആ അധസ്ഥിത ജനവിഭാഗത്തിന് നൽകിയ അഭയം, അവരുടെ അസ്തിത്വത്തെ അംഗീകരിച്ച് നൽകിയ കുറെ സംഗതികൾ, അത് ഏറ്റവും പ്രധാനമാണ് കളിയാട്ടത്തെ കുറിച്ച് അദ്ദേഹം നൽകിയ സംഭവം. അത് പരിപോഷിപ്പിച്ചു. നിങ്ങൾക്കറിയാം, അവിടെ ജമ്മുവില്, കശ്മീരില് 95% പണ്ഡിറ്റുകളായിരുന്നു അവിടെ.
അവർ മുഴുവനും തന്നെ ഒരു പുതിയ മതം അനുകരിക്കുകയും അതേസമയം അവരുടെ കൾച്ചർ, അവരുടെ സംസ്കാരം നിലനിർത്തുകയും ചെയ്തു. അതിന് കാരണം സൂഫി വര്യന്മാരായിരുന്നു അവരുടെ ഗുരുക്കന്മാര്. അവരെല്ലാം തന്നെ അത് അവിടെ കാത്തു സൂക്ഷിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അവിടെ നിന്നാണ് മതമൈത്രി വരുന്നത്. അവിടെ നിന്നാണ് ജാതി മത വ്യത്യാസമില്ലാതെ ഏകഹിലാഹിനെ കുറിച്ചുള്ള ചിന്ത അവരിൽ വരുന്നത്. മരുഭൂമിയിലെ ആ വിജനതയിൽ നമ്മൾ കാണുന്ന മിനാരങ്ങളുണ്ടല്ലോ, വലിയ മതപ്രതിബദ്ധതയില്ലാത്ത മുഹമ്മദ് അലി ജിന്ന പോലും മിനാരങ്ങൾ കാണുന്ന സമയത്ത് തലകുനിക്കുമായിരുന്നു. അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു സംഭവം. ഇതൊക്കെ നമ്മുടെ നാഗരികതയുടെ ഭാഗമാണ്. താജ്മഹൽ എന്ന് പറയുന്നത് ഒരു കബറിടമാണ്. നമ്മുടെ മഹാനായ കവി ടാഗോർ അത് കണ്ടപ്പോൾ പറഞ്ഞു, എ ഡ്രോപ്പ് ഓഫ് ചിയർ ഓൺ ദ ചീക്ക് ഓഫ് എറ്റേണിറ്റി. അനശ്വരരുടെ കവിൾത്തടത്തിൽ ഉറ്റി വീണ ഒരിക്കൽ കണ്ണുനീർ. നമുക്ക് ആ ടാഗോറിന്റെ ആ കാഴ്ചപ്പാടോടെ നോക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അത് ക്ഷേത്രമാണ്, അത് ഇന്ന് ദേവിയാണ് അവിടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ അന്തരീക്ഷം മലിനീകരിക്കാനാണ് നമ്മുടെ സമൂഹം ശ്രമിക്കുന്നത്. ഇത്തരമൊരു ഘട്ടത്തിലാണ് ചരിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം നമ്മൾ മുന്നോട്ട് വരുന്നത്. മലപ്പുറത്തിന്റെ ചരിത്രം പ്രത്യേകിച്ചും തന്നെ മലപ്പുറത്തിന്റെ ചരിത്രത്തിന്റെ മാഹാത്മ്യം ലോകം കണ്ട ഏറ്റവും വലിയ ജനകീയ പോരാട്ടങ്ങളുടെ മണ്ണാണ് ഇത് എന്നുള്ളതാണ്. വേറെ എവിടെയാണ് ഇങ്ങനെ പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നത്? അവരുടെ ജനതയോട്, അവിടുത്തെ മനുഷ്യരോട് ആരെങ്കിലും അനീതി കാണിക്കുന്ന സമയത്ത്, ക്രൂരത കാണിക്കുന്ന സമയത്ത് അവര് ജ്വാല്യമായി പന്തമായി പടരുകയാണ്. ജീവൻ ത്യജിക്കാൻ വേണ്ടി മുന്നോട്ട് വരികയാണ്. അവർക്കറിയാം ബ്രിട്ടീഷുകാരോട് പോരാടിക്കഴിഞ്ഞാൽ മരണം തീർച്ചയാണ്, കെഴുമരം തീർച്ചയാണ് എന്ന് അനുഭവത്തിൽ കൂടി അറിയാം. പക്ഷേ അത് മനസ്സിലേറ്റിക്കൊണ്ടാണ് അവര് അടരാൻ വേണ്ടി, പോരാടാൻ വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നത്. സംഭവം മനസ്സിലാക്കണം. ഉണ്ണി മൂസയും ചെമ്പം പോക്കറും അത്തം കുരുക്കളൊക്കെ തന്നെ നമുക്കിത് സാധാരണ പേരാ. പക്ഷെ കാലഘട്ടത്തിന്റെ ദിഷണ, ആ കാലഘട്ടത്തിന്റെ ബുദ്ധി അവരായിരുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ എല്ലാ ക്രൂരതകളും അവർ മനസ്സിലാക്കി. അവര് പ്രത്യേകിച്ചും മലബാറിലെ മുസ്ലിങ്ങളോട് അവർ കാട്ടുന്ന അപരാധത്തിന്റെ ഗൗരവം മനസ്സിലാക്കി അവര് പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ഈ ഉണ്ണി മൂസ എന്നും അത്തർ കുരുക്കൾ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചോളം സാധാരണ പേരുകളാ, പക്ഷെ അവരൊക്കെ കാലഘട്ടത്തിന്റെ വിളക്കുമാടങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കാം. അവരാണ് വഴികാട്ടിയത് സാധാരണക്കാരായ ജനങ്ങൾക്ക്. ഏതൊക്കെയോ സിനിമയൊക്കെ എടുത്ത സമയത്ത് മലപ്പുറത്തെ ജനങ്ങള് കുപ്പായിടാത്ത, അല്ലെങ്കിൽ വളരെ ആരോഗ്യപരമായി സൃഷ്ടിച്ച മനുഷ്യരായിട്ടാണ് ചിത്രീകരിച്ചത്. അങ്ങനെയൊന്നുമല്ല, നല്ല കരുത്തരായ കുറെ നേതാക്കന്മാരുണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെ കരുത്തന്മാരായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ അവിടെ വയനാട്ടിൽ പഴശ്ശി രാജാവ് ബ്രിട്ടീഷുകാരെതിരെ പോരാട്ടം നടത്തിയ സമയത്തിൽ ഈ അത്തൻകുരിക്കളും ഉണ്ണിമൂസൊക്കെ തന്നെ അവരോട് പറഞ്ഞു, ഞങ്ങൾ വരുന്നുണ്ട്, നിങ്ങൾക്കെല്ലാ പിന്തുണയും നൽകുക. പക്ഷെ അവരടുത്തുമ്പോഴേക്കും തന്നെ ഇവർ പരാജയപ്പെട്ടിരുന്നു പഴശ്ശി രാജ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പടയോട്ടം, പഴശ്ശി രാജയുടെ പടയിൽ കൂടുതലുണ്ടായിരുന്നത് ആ കുറിച്യർ വിഭാഗത്തിൽപ്പെട്ട അധസ്ഥിത വിഭാഗമായിരുന്നു. അമ്മും വില്ലുമായിരുന്നു അവരുടെ മുഖ്യമായ ആയുധം. ഒരുപക്ഷെ ബ്രിട്ടീഷ് ജനത പേടിച്ചത് ആദ്യഘട്ടത്തിൽ അവിടെ വെച്ചിട്ടായിരുന്നു. അതിനു മുമ്പ് പേടിച്ചിരുന്നത് ടിപ്പുവിന്റെയും ഹൈദരലിയുടെയും പോരാട്ടത്തിന് മുന്നിലായിരുന്നു. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി പോർക്കളത്തിൽ മരിച്ചു വീഴുന്ന കാഴ്ച കണ്ട് ബ്രിട്ടീഷുകാർ നെട്ടി. ടിപ്പു സുൽത്താനെ പോലുള്ള വേറെ ഏതെങ്കിലും ഒരു ദേശസ്നേഹി നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന്റെ മന്ത്യം അടുത്തിരിക്കുകയാണ്. ബ്രിട്ടീഷുകാരുടെ തോക്കിന് മുന്നിൽ അദ്ദേഹം ഇരയാവും. എന്നിട്ടും ഷഹീദ് ടിപ്പു സുൽത്താനെ പോർക്കളത്തിൽ അവസാനത്തെ ശ്വാസം വരെ പോരാടി. ആ ടിപ്പുവും ആ ഹൈദരലിയുമാണ് മലപ്പുറത്തിന്റെ സാംസ്കാരിക കാർഷിക മേഖലയെ ക്രമീകരിച്ച് നിങ്ങൾ ആദ്യമായി മനസ്സിലാക്കുക. ഇവർ രണ്ടുപേരുടെയും പടയോട്ടത്തിന് ശേഷം ഇവിടെ ഒരു പ്രത്യേക രാഷ്ട്രീയ വ്യവസ്ഥയുണ്ടായി. ആ രാഷ്ട്രീയ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ ഗുണം ഇവിടെ ജന്മിമാരുടെ മുമ്പിൽ നിങ്ങൾ കീഴടങ്ങേണ്ട എന്നുള്ളതാ. ജന്മിമാരാരുമല്ല, കാണന്മാര്, അതുപോലെ തന്നെ കൃഷി ചെയ്യുന്ന സാധാരണക്കാര്. അവരതാണ് മണ്ണ്, അവരതാണ് ഭൂമി, അവർക്കായിരിക്കണം ഇതിന്റെ പ്രതിഫലം എന്ന് ആദ്യമായി പറഞ്ഞത് ടിപ്പു സുൽത്താനും ഹൈദരലിയുമാണ്. കേരളത്തിന്റെ മണ്ണിൽ അതിനു മുമ്പ് ഒരിക്കലും തന്നെ അത് കേട്ടിരുന്നില്ല. ജാതീയമായ ഉച്ചനീചത്വങ്ങൾ നിലനിന്ന ഈ മണ്ണിൽ പ്രത്യേകിച്ചും തന്നെ നാന്മാരുടെയും അതുപോലെ തന്നെ സവർണ മറ്റ് ജനവിഭാഗങ്ങൾക്കും മുഴുവനും തന്നെ സാധാരണക്കാരായ കൃഷിക്കാരെ ചൂഷണം ചെയ്യുകയായിരുന്നു. അതിൽ മതം നോക്കിയിരുന്നില്ല അവർ.
പക്ഷേ ടിപ്പു സുൽത്താന്റെ ഒക്കെ വരവിന് ശേഷം ഇവിടെ പുതിയൊരു ക്രമമുണ്ടായി, വ്യവസ്ഥയുണ്ടായി. ആ വ്യവസ്ഥ ചിലർക്ക് ഭയപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് കുറച്ചുപേര് തിരുവിതാംകൂറിലേക്കൊക്കെ പലായനം ചെയ്തിരുന്നു. പക്ഷേ 1792 ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കീഴിലേക്ക് ബ്രിട്ടീഷുകാർ വരുന്നതോടുകൂടി തന്നെ അന്തരീക്ഷം മാറുകയാണ്. അവർ പ്രതികാര ബുദ്ധിയോടുകൂടി, ഈ പ്രതികാര ബുദ്ധി എവിടെ നിന്ന് വരുന്നു? കുരിശ് യുദ്ധത്തിൽ നിന്ന് തുടങ്ങിയ പ്രതികാര ബുദ്ധി. അതാണ് ഏറ്റവും വലിയ രസം. തുർക്കിയിലെ രാജാക്കന്മാരെ പടപുരുത് തോറ്റത് പ്രതികാര ബുദ്ധിയാണ് ഇവിടെ ഇവർ കാണിക്കുന്നത്. അത് മുഴുവനും കാണിച്ചത് ഇവിടെ മലപ്പുറത്ത് സാധാരണക്കാരായ മനുഷ്യന്മാരുടെ മുകളിലായിരുന്നു. ഇവരെല്ലാം തന്നെ ഈ നേരത്തെ പറഞ്ഞ 3 പടയാ നേതാക്കന്മാരും ഇവർക്ക് പ്രചോദനം നൽകിയത് അങ്ങനെയാ. അവരോട് പറഞ്ഞു. പക്ഷേ അത്തരം ഘട്ടത്തിലാണ് നമ്മൾ സാദാത്യങ്ങളുടെ റോള് വരുന്നത്. മമ്പറം തങ്ങള് എല്ലാം കണ്ടു മനസ്സിലാക്കിക്കൊണ്ട് വളരെ സംയമനത്തിന്റെ ഭാഷയിൽ കാര്യങ്ങൾ മുന്നോട്ട് പരമാവധി സംയമനം. അതുപോലെ തന്നെ ഒരു രാജ്യത്ത് സമാധാനം നിലനിൽക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു പൂർണ്ണമായിട്ടും. പക്ഷേ ബ്രിട്ടീഷുകാർ അതിനെ അനുവദിച്ചില്ല. ഇന്നും മമ്പറം എന്ന് കേൾക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് ചരിത്രകാരന്മാർക്കൊക്കെ തന്നെ വളരെ കൗതുകമുള്ള അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു സംജ്ഞയാണ് മമ്പറം എന്ന് പറയുന്നത്. പക്ഷെ നമുക്കിവിടെ ഒരു ചെറിയ തീർത്ഥാടന കേന്ദ്രമായിട്ട് മാത്രമാണ് നമ്മൾ അതിനവിടെ കാണുന്നത്. ഒരു കാലഘട്ടത്തിന്റെ രാഷ്ട്രീയത്തെ മുഴുവൻ നിയന്ത്രിച്ച് മമ്പറം തങ്ങളാ. നിങ്ങൾ മനസ്സിലാക്കണം, ആ കാലഘട്ടത്തിൽ അധസ്ഥിത ജനവിഭാഗത്തിന് മോചനം നൽകിയത് മമ്പറം തങ്ങളാ. ഹിന്ദു മുസ്ലിം മൈത്രിയുടെ ഏറ്റവും നല്ല പ്രതീകങ്ങൾ കാഴ്ചവെച്ചത് മമ്പറം തങ്ങളാണ്. അദ്ദേഹത്തിന് ശേഷം ഫസൽ തങ്ങൾ എത്രത്തോളം വെച്ച് അവസാനം ഉസ്മാനിയ ഖിലാഫത്ത് ഓട്ടോമൻ തുർക്കിയിൽ അദ്ദേഹം മന്ത്രി സ്ഥാനം പോലും അലങ്കരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. നാട് മുഴുവനും തന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഏറ്റവും ക്രൂരമായ മുഖങ്ങൾ തുറന്നു കാട്ടി അദ്ദേഹം. ഇപ്പോഴും തന്നെ അവിടെ കോഴിക്കോട്ട് ഒരു കനോലി കനാലുണ്ട്. കനോലി സാഹിബിന്റെ പേരില്ല അന്നത്തെ കലക്ടർ അല്ലെങ്കിൽ മേധാവി. അദ്ദേഹം മലപ്പുറത്തുകാരോട് കാട്ടിയ ക്രൂരത എത്രയായിരുന്നു. അതിന്റെ ഫലം അദ്ദേഹം കാണുകയും ചെയ്തു. അദ്ദേഹം കൊല്ലപ്പെട്ടു. ആ കൊല്ലയെ ഞാൻ ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യ അടുത്തുണ്ടായിരുന്നു. പക്ഷേ ഭാര്യന്റെ ജീവൻ അവർ തൊട്ടില്ലെന്ന് മാത്രം എഴുതി വെച്ചു. ഇദ്ദേഹം ചെയ്ത അനീതി ചെറുതൊന്നും ആയിരുന്നില്ല എന്ന് പെൻസിൽ കൊണ്ട് എഴുതി വെച്ചിട്ടാണ് ആ ശ്രോതാക്കൾ തിരിച്ചു പോയത്. പിടിക്കേണ്ട താമസം, തിരിച്ചു വരേണ്ട താമസം അവരെ മുഴുവനും തന്നെ പിടിച്ചു. ഇന്നും ബ്രിട്ടീഷുകാർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഭരണാധികാരികൾ ചെയ്യുന്നത്, പ്രത്യേകിച്ചും തന്നെ ഫാസിസ്റ്റുകൾ ചെയ്യുന്നത്, മുസ്ലിങ്ങൾ അവാന്തര വിഭാഗങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇതാക്കി. ഈ ഇവിടത്തെ ശ്രോതാക്കളെ ഒറ്റക്കൊടുത്തത് ആരാ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, പേര് പറയുന്നില്ല. അവര് നമ്മുടെ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു ഒരു ഘട്ടത്തില്. ഇപ്പോഴും തന്നെ അവര് മോദിക്ക് പിന്തുണ കൊടുക്കുന്നവരാണ്. അത് മുതലെടുത്തുകൊണ്ടാണ് ചൂഷണം ചെയ്യുന്നത്. വരെ ഇസ്ലാമിലെ അവാന്തര വിഭാഗങ്ങളെ കുറിച്ച് കൂടുതൽ ആഴത്തില് മനസ്സിലാക്കിയും കൊണ്ട് അതില് ധ്രുവീകരണത്തിന് വേണ്ടി, വിഭജനത്തിന് വേണ്ടി ശ്രമിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇത്തരം ഘട്ടങ്ങളൊക്കെ തന്നെ തരണം ചെയ്തിട്ടാണ് മലപ്പുറത്തെ ജനങ്ങൾ ഇപ്പോഴും വളരെ സമാധാനകാംക്ഷികളായി, വളരെ മതസൗഹൃദത്തിന്റെ പ്രതീകമായി നിലനിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ അറിയോ, അവിടെ ഞങ്ങളൊക്കെ അലിഗറിലൊക്കെ പഠിക്കുന്ന സമയത്ത് ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നൊക്കെ വരുന്നവർ ചോദിക്കും, മലപ്പുറത്താണോ നിങ്ങൾ? എൻ്റെ കൂടെ പൂക്കോട്ടൂരുള്ള ഒരു അലി ഉണ്ടായിരുന്നു, എൻ്റെ ക്ലാസ്മേറ്റ് ആയി. മലപ്പുറത്തിനാന്ന് പറയുന്ന സമയത്ത് അവർക്കൊരു ഭയ, എന്തോ സംഭവം. ഇത്രക്കും പാവങ്ങളും മധുരമുള്ള ഒരു ആള് പറഞ്ഞു, അവിടെ തിരുവനന്തപുരത്ത് നിന്ന് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഇവിടുത്തെ ഒരു കോളേജിലേക്ക് കൊടുത്തു, ഗവൺമെന്റ് കോളേജിലേക്ക്. 2 വർഷം കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളെ പണിഷ്മെന്റ് ഒക്കെ തന്നെ തീർന്നിരിക്കുന്നു, തിരിച്ചു പോകാൻ. എന്ന് പറഞ്ഞ് ഞാൻ റിട്ടയർ ആയാലും ശരി ഇവിടെ തിരിച്ചു വരുന്നില്ല, ഞാൻ മലപ്പുറത്ത് തന്നെ താമസിക്കുകയാണ്. ഇതൊക്കെ തന്നെ ത്യാഗനിർഭരമായ ഒരു കഴിഞ്ഞ കാലത്തിന്റെ ഫലശ്രുതിയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, വല്ലാണ്ട് കഷ്ടപ്പെട്ടു. എത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ ഇവിടത്തെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ തിരുവിതാംകൂറിനോടോ കൊച്ചിയോടോ കാണിക്കാത്ത തരത്തിലുള്ള കുറെ പകയോടുകൂടിയാണ് ഇവിടെ പെരുമാറിയത്. കാരണം ഇവിടത്തെ ഭൂരിപക്ഷം ജനങ്ങൾ കർഷകര് മുസ്ലിങ്ങളായിപ്പോയി എന്നൊരൊറ്റ കാരണം. അതുകൊണ്ട് തന്നെയാണ് കുറെ ജന്മിമാർക്കെതിരെ ലഹള നടത്തിയത്.
ലഹള എന്ന് പറയാം അതിൻ്റെതായ ഭാഷയിൽ. പക്ഷെ അവർ പടപൊരുതി. അങ്ങനെയുള്ളൊരു പടയായിരുന്നു ഇവിടെ മുട്ടിച്ചിറയിലും സംഭവിച്ചത്. കാരണം ഒരു നാട്ടിൽ നീതി തീരെ നടപ്പാകില്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? അസംഗുരിക്കൾ പറയുന്ന അദ്ദേഹത്തിന്റെ ഓലയിൽ ആ കാലത്ത് വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട്, ഒരു മുസ്ലിമാണ് പ്രതി എന്ന് അറിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, അവനെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. പക്ഷെ അയാൾ പറയുന്നത് ഏതെങ്കിലും ജന്മിയാണ് അതിൽ സാക്ഷി പറയുകയാണെങ്കിൽ പിന്നീട് അക്കാര്യം പിന്നെ കൂടുതൽ പറയേണ്ടതില്ല, അവിടെ കെഴുമരത്തിലേറ്റുക തന്നെ ചെയ്യും. ഇങ്ങനെ കെഴുമരത്തിലേറ്റപ്പെട്ട കുറെ മനുഷ്യരുടെ കഥയാ മലപ്പുറത്തിന്റെ പിന്നാമ്പുറത്ത് കിടക്കുന്നത്. അതിനെ നിങ്ങളൊരു അക്കാദമിക സ്പിരിറ്റോടുകൂടി, ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, അക്കാദമിക സ്പിരിറ്റോടുകൂടി നിങ്ങൾ ക്രോഡീകരിക്കേണ്ടതുണ്ട്. ക്രോഡീകരിച്ചാൽ മാത്രമേ നിങ്ങൾ ആ ജനറേഷനോടുള്ള, ആ തലമുറയുള്ള കടമ നിർവഹിക്കപ്പെടൂ. ഞാൻ അവിടെ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന, പത്രത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു സായാഹ്നത്തിൽ കുറെ വ്യക്തിത്വങ്ങൾ, ഒരു 10-12 വ്യക്തിത്വങ്ങൾ ഓഫീസിലേക്ക് കയറി വന്നു ഒന്ന് കാണുമെന്ന് പറഞ്ഞുകൊണ്ട്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി വളരെ അഭ്യസ്ത വിദ്യരായ, അതുപോലെ തന്നെ നാട്ടിലെ പ്രമാണിമാരാണ് അവർ യഥാർത്ഥത്തിൽ കൊല്ലത്ത് മയ്യനാട് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് വരുന്നവരാ. സി കേശവനെ പോലെയുള്ള ബുദ്ധിജീവികളും രാഷ്ട്രീയക്കാരും അതുപോലെ സി വി ബാലകൃഷ്ണനെ പോലുള്ളവർ ജീവിച്ച ഒരു ചെറിയ ഗ്രാമമാണ് മയ്യനാട്. അത് പ്രബുദ്ധതയുടെ ഇതിഹാസം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പ്രദേശത്തെ കുറിച്ചുള്ള ഒരു നല്ല പ്രൗഢഗംഭീരമായൊരു പുസ്തകം എനിക്ക് തരാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അതിന് ഒരു അവലോകനം എഴുതണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ട് 2 ദിവസം കൊണ്ട് വായിച്ചു തീർത്തപ്പോൾ എൻ്റെ മനസ്സ് സ്തുതിച്ചു അവരെ കുറിച്ച്. അവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ വ്യക്തികളെയും, അവിടുത്തെ സംസ്കാരത്തെ, അവിടുത്തെ ഭക്ഷണ രീതിയെ, അവിടുത്തെ മതവിഭാഗങ്ങളെ, അവിടുത്തെ ഉത്സവങ്ങളെ, അവിടുത്തെ അമ്പലങ്ങളെ, പള്ളികളെ മുഴുവനും തന്നെ പരാമർശിച്ചുകൊണ്ട് ആ മഹത് ഗ്രന്ഥം എന്താണ് പ്രബുദ്ധതയുടെ ഇതിഹാസം അവർ രചിച്ചിരിക്കുക. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ പ്രദേശത്തെ കുറിച്ച് സമർപ്പണത്തിന്റെ ഇതിഹാസം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, യാതൊരു സംശയവുമില്ല. എൻ്റെ നാട് ഇരിക്കൂർ. അവിടെ അലിഗർ യൂണിവേഴ്സിറ്റിയിൽ ആദ്യ ക്ലാസ്സിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഖാലിഖ് അഹമ്മദ് നിസാമി സാഹിബിന്റെ ക്ലാസ്സിൽ ഞങ്ങൾ ചർച്ച ഇന്ത്യ അറബ് ബന്ധത്തെ കുറിച്ച്, ഇൻഡോ അറബ് റിലേഷൻസ് കുറിച്ചാണ്. അങ്ങനെ പറയുന്ന സമയത്ത് കുറെ ഹദീസുകളും അതുപോലെ തന്നെ ലൈഫായ ഹദീസുകളും മറ്റു ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ തന്നെ അത് ഉദ്ധരിച്ചു, ഇന്ത്യയും അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ. അപ്പോൾ അദ്ദേഹം പ്രത്യേകിച്ച് പറഞ്ഞു, ഈ ബന്ധങ്ങളൊക്കെ തന്നെ നിലനിർത്തയിൽ വലിയ പങ്ക് വഹിച്ചത് കേരളമാണ്. അദ്ദേഹം പറഞ്ഞു, പ്രവാചക പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹുവിന് അസുഖം ബാധിച്ച സമയത്ത് ഇന്ത്യയിൽ നിന്നൊരു വൈദ്യനെ കൊണ്ടുപോയി എന്ന് സുലൈമാൻ നബി സാഹിബ് പറയുന്നുണ്ട്. അത് ആധികാരിക ഗ്രന്ഥത്തിൽ നിന്ന് എനിക്ക് ഇതുവരെ വായിക്കാൻ പറ്റില്ല. അലിഗറിന്റെ പ്രത്യേകത, യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത, ഞങ്ങൾ പ്രൈമറി സോഴ്സിൽ നിന്ന് മാത്രമേ പഠിക്കുള്ളൂ എന്നുള്ളതാണ് ആദ്യമായി. അതായത് ഇസ്ലാമിക ചരിത്രം പഠിക്കുകയാണെങ്കിൽ അത് ഖുർആനിൽ നിന്ന്, പിന്നെ മാത്രം ഹദീസിൽ നിന്ന് പഠിക്കുള്ളൂ. അങ്ങനെ മറ്റു ഗ്രന്ഥങ്ങൾ അവലംബിക്കുള്ളൂ. നമ്മൾ ഒരു പ്രദേശത്ത് പോവുകയാണെങ്കിൽ തന്നെ പ്രൈമറി സോഴ്സ് പരതണം എന്നാണ് പറയാറ് സംഭവം. അങ്ങനെ പറയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, അവിടെ കഅബാലയത്തിന്റെ അകത്ത് ഈട്ടിമരം, തേക്കുമരം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ തേക്കുമരം മിക്കവാറും കൊണ്ടുവന്നിട്ടുണ്ടാകുക കേരളത്തിൽ നിന്നാണ്. സി എൻ അഹമ്മദ് അതിൽ പറയുന്നുണ്ട് അവസാനം നിലമ്പൂരിൽ നിന്നാകാണ് സാധ്യത. അതുപോലെ തന്നെ സൈഫുൽ ഹിന്ദ്, ഇന്ത്യയുടെ വാള് എന്ന് പറയുന്നു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ. യഥാർത്ഥത്തിൽ ആ സൈഫുൽ ഹിന്ദ് ചില പണ്ഡിതന്മാർ പറയുന്നത് കരിവാരക്കൊണ്ടിൽ നിന്നുണ്ടാക്കിയ വാളാകാനേ സാധ്യതയുള്ളൂ എന്ന്. കാരണം ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ വാളൊന്നും ഉണ്ടാക്കിയിരുന്നു, പക്ഷെ അത്രമാത്രം ബന്ധമുണ്ടായിരുന്നില്ല. തേക്ക് ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇതുപോലെയുള്ള വിനിമയം ഉണ്ടായിരുന്നില്ല. ഇത്തരം ആ പറയുന്ന സമയത്ത് പറഞ്ഞു, there is a stone in the small village in Kannur named ഇരിക്കൂർ. ഇരിക്കൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു മീസാൻ കല്ലുണ്ട്, അതിന്റെ മേലെ 50 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഹംസ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സർ ഐ ആം കമ്മിങ് ഫ്രം ദാറ്റ് വില്ലേജ്, ഞാൻ ആ ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ നിലാമ്പറ്റം നേർച്ചക്ക് സാധാരണ ധനുപ്പത്തിന് പോകുന്നല്ലാതെ വേറെ ബന്ധമൊന്നും കൂടുതലായിട്ട് ഉണ്ടായിട്ടില്ല. സംഭവം ഇടക്കിടക്ക് പോകും കാണാനും, കുരങ്ങന്മാരെ കാണാനൊക്കെ തന്നെ. അവസാനം അതിനുശേഷം ഞാൻ നാട്ടിൽ വന്ന് ഒരു പഠനം നടത്തി. കുറെ ഖബറുകൾ 1-2 പണ്ഡിതന്മാരുടെ സഹായത്തോടു കൂടി അന്വേഷിച്ചു. അപ്പോൾ ആ കല്ല് അവിടെ കാണാനില്ല. പിന്നീട് എൻ്റെ ദൗത്യം, ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന എൻ്റെ ദൗത്യം, ഇങ്ങനെ ഒരു കല്ല് അവിടെ ഉണ്ട് എന്ന് പറയുന്ന സി എൻ അഹമ്മദ് മൗലവിയെ
കാണാനും വന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ പരിധി പിടിച്ച് അദ്ദേഹത്തെ കണ്ടു. ഞാൻ ചോദിച്ചു, നിങ്ങൾ അങ്ങനെ ഒരു കല്ല് കണ്ടിട്ടുണ്ടോ? കാരണം അതാണ് ഹിസ്റ്റോഗ്രാഫി, ചരിത്രത്തിന്റെ വംശാവലിയിൽ നമ്മൾ അതൊക്കെ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു 1954 ഘട്ടത്തില് നേരെ ഇക്കരെ ഒരു ആജിയുടെ വീട്ടിൽ പോയപ്പോ എന്നോട് പറഞ്ഞു, നിങ്ങൾ നിലാമുറ്റം കാണണമെന്ന്. അങ്ങനെ അവിടെ പോയതായിരുന്നു. പോയപ്പോൾ ഒരു ചെറിയ ഒരു അന്വേഷണത്തിൽ തന്നെ എനിക്ക് ഈ മീസാൻ കല്ല് കാണാൻ പറ്റി. അതില് കുഫി ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്, ഹംസ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, പിന്നെ എന്ത് സംഭവിച്ചു? ആ കല്ല് അവിടെ കാണാനില്ലല്ലോ. പലതും സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരു 10 വർഷത്തിന് ശേഷം വീണ്ടും അവിടെ പോയ സമയത്ത് ആ കല്ല് അവിടെ ഇല്ല. കാരണം പുഴയുടെ വക്കത്താണ്, മലവെള്ളപ്പാച്ചില്ലാതെ എവിടെങ്കിലും തന്നെ മറിഞ്ഞു പോയിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പൊ അടുത്ത് 1-2 പേര്, എൻ്റെ പങ്ങള മകനെ, അവന് ബാക്കിയാത്തു സ്വാലിഹാത്തിലെ അധ്യാപകനാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇപ്പൊ അടുത്ത കാലത്ത് പോയിട്ട് പരതിയപ്പോൾ ഹിജ്റ ഹംസ 5 എന്നുള്ള കല്ല് അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് എടുത്ത് വെച്ചുകൂടായിരുന്നു. എടുത്തു വെച്ചാൽ അവിടെ കമ്മിറ്റിക്കാരുമായിട്ട് കുഴപ്പമുണ്ടാവും. പക്ഷെ ഏതായാലും സുരക്ഷിതമായി സൂക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഹംസ 5 എന്ന് പറഞ്ഞ പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം കേരളത്തിൽ വന്നു എന്ന് മാത്രമല്ല, 1-2 ലൈഫായ ഹദീസിന്റെ 2 കണ്ണൂരിക്കാർ സഹാബിമാരിൽ ഉണ്ട് എന്നുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാനൊരു ചരിത്ര വിദ്യാർത്ഥി നിലക്ക് എൻ്റെ നാട്ടിന്റെ ചരിത്രം ക്രോഡീകരിക്കുക എൻ്റെ കടമയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുമാത്രമല്ല, അവിടുത്തെ മറ്റാഘോഷങ്ങൾ, അവിടുത്തെ കുറെ ശുഹദാക്കളെ കുറിച്ചുള്ള കഥകളൊക്കെ തന്നെ ഇപ്പോൾ ഒരു പുസ്തക രൂപത്തിലാക്കാനുള്ള ശ്രമത്തിലാണ്. ഞാൻ നീട്ടുന്നില്ല. ഞാൻ ഇത്രമാത്രം പറഞ്ഞത് ചരിത്രത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ മലപ്പുറത്തിന്റെ ആ പൊരുളടങ്ങിയ ചരിത്രമുണ്ടല്ലോ, കഴിഞ്ഞ കാലത്തിന്റെ കുറെ തിക്താനുഭവങ്ങൾ, അതോടൊപ്പം തന്നെ സാഹസികമായ ഐതിഹാസികമായ കുറെ ചരിത്രം, അതെല്ലാം തന്നെ നിങ്ങൾ ക്രോഡീകരിക്കുകയും വരുന്ന തലമുറക്ക് കൈമാറാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട്, പടച്ച തമ്പുരാനെ നമ്മുടെ ഈ സംഗമം ഒരു സ്വാലിഹായ അമലാക്കി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ദിവ്യ വചനത്തിൽ ഈ ചരിത്ര കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.